വാർത്തകളിലേക്ക്. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള ടൗൺഷിപ്പ് നിർമ്മാണം ഈ മാസം ആരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിൽ. മാർച്ച് 27-ന് മുഖ്യമന്ത്രി തറക്കല്ലിടും. ദുരന്തബാധിതരുടെ സമ്പൂർണ്ണ പട്ടിക പോലും തയ്യാറാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസം വൈകുന്നത് നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ടി സിദ്ദിഖ് MLA ആണ് നോട്ടീസ് നൽകിയത്. പുനരധിവാസത്തിൽ വന്ന വീഴ്ചകൾ ടി സിദ്ദിഖ് MLA എണ്ണി പറഞ്ഞു. 8 മാസക്കാലമാകാറായിട്ട് പുനരധിവാസത്തിന്റെ ലിസ്റ്റ് പൂർത്തീകരിക്കാൻ അങ്ങയുടെ നേതൃത്വത്തിൽ, ബഹുമാനയുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് സാധിക്കാത്തത് ഏറ്റവും വലിയതായ പാളിച്ചയും അനാസ്ഥയുമാണ് സർ. പാവപ്പെട്ട ദുരന്തബാധിതരുടെ ചികിത്സക്ക് നിങ്ങൾ ചെലവഴിക്കുന്ന തുക 5 ലക്ഷം. അതിനുള്ള മാനദണ്ഡം നിങ്ങൾ തീരുമാനിച്ചത് ഈ ഫെബ്രുവരി മാസത്തിൽ സർ. ഒരു സർക്കാരിന്റെ സാന്നിധ്യം ഇവിടെയുണ്ടോ? 8 മാസക്കാലമായി ഒരു വീടിന്റെ തറക്കല്ല് പോലും ഇടാതെ ഒരു സർക്കാർ മുന്നോട്ട് പോകുന്നു. ഈ മാസം 27 ടൗൺഷിപ്പ് നിർമ്മാണം ആരംഭിക്കുമെന്ന് റവന്യൂ മന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. സാർ, ഞാൻ ഈ സഭയെ അറിയിക്കട്ടെ, നമുക്കെല്ലാവർക്കും ചേർന്ന്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നമ്മളെല്ലാവരും ചേർന്ന് ഈ വരുന്ന മാർച്ച് മാസം 27-ാം തീയതി അവിടെ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ തറക്കല്ലിട്ട നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കേരളം പോകാൻ പോവുകയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും ആ കാര്യങ്ങളിൽ ഉണ്ടാവുക എന്ന കാര്യം കൂടി ഞാൻ ഈ സഭയെ അറിയിക്കുക. വീടുകൾ നിർമ്മിക്കുന്നതിൽ കൂടുതൽ ചെലവുകൾ വരികയാണെങ്കിൽ അത് സർക്കാർ വഹിക്കുമെന്നും റവന്യൂ മന്ത്രി അറിയിച്ചു. പരിക്കേറ്റവർ സ്വയം ചികിത്സ നടത്തേണ്ടി വരുന്നത് സങ്കടകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പരിക്കു പറ്റിയവരുടെ ചികിത്സ അവർക്ക് സ്വയം നടത്തേണ്ടി വരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് സർ. ഞങ്ങളെല്ലാം അതിനുശേഷം പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. ഗുരുതരമായി പരിക്ക് പറ്റി കിടക്കുന്ന ആളുകൾക്ക് പോലും തന്നെത്താൻ ചികിത്സ നടത്തേണ്ട സ്ഥിതിയാണ് അവിടെ ഉള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു എല്ലാ ചികിത്സയും കൊടുക്കുമെന്ന് ഇവിടെ പ്രഖ്യാപിച്ചു. സർ, എന്താണ് ആ തീരുമാനം എടുത്തത്? മന്ത്രിയുടെ വിശദീകരണത്തോടെ സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് സ്പീക്കർ അറിയിച്ചു. ഇതോടെ പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.